എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സുകാരുടെ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇംഗ്ലീഷ് ആൻസർ കീയുടെ 2ാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ആദ്യ പാർട്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആ വീഡിയോയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ ആൻസർ കീയുടെ 2ാമത്തെ ഭാഗം കാണുവാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ വിഷയങ്ങളുടെ ആൻസർ കീ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ ആൻസർ കീയിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം ഒരു കോൺവെർസേഷനാണ്. മലാലയും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ. അതിൽ ചിലയിടങ്ങളിൽ ബ്ലാങ്ക് ആയിട്ട് നൽകിയിട്ടുണ്ട്. അത് പൂരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നത് എ സെക്ഷനിൽ ആറിൻ്റെ യു, ബിയിൽ വൈ ആർ യു സോ വറീഡ്, സിയിൽ ടേക്ക് ദ സ്കൂൾ ബസ്. 17ാമത്തെ ചോദ്യം ചെറിയൊരു പ്രൊഫൈല് ഉണ്ടാക്കാനാണ്. പ്രൊഫൈല് ഉണ്ടാക്കേണ്ടത് CV രാമൻ്റെയാണ്. ഡീറ്റെയിൽസ് അടിയിൽ നൽകിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെയിം, ബർത്ത്, നോൺ ഫോർ, അവാർഡ്സ്, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. CV രാമൻ വാസ് ബോൺ ഓൺ 7th November 1888. He was a famous Indian physicist, best known for discovery of Raman scattering, which explains the change in wavelength of light when it passes through a transparent substance. For this remarkable discovery, he received the Nobel Prize in Physics in 1930. He was later honored with the Bharat Ratna in 1954 and the Lenin Peace Prize in 1957. CV Raman passed away on 21st November 1970, leaving a last contribution to the world of science. ഇനി 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ തന്നെ ഓരോ ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങളായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എഴുതിയാൽ മതിയാകും. 18A ചോദ്യം: ദ ബ്രൂട്ടൽ അറ്റാക്ക് ഓൺ മലാല റിയലി ഷോക്ക്ഡ് ഹെർ ഫ്രണ്ട് മോണിബ. ഷീ ജോട്ട്സ് ഡൗൺ ഹെർ തോട്ട്സ് in the form of diary. Prepare a likely diary entry of മോണിബ. ചോദ്യം എന്തെന്നാൽ മോണിബയുടെ ഡയറി എൻട്രി എഴുതാനാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ 18ാമത്തെ എ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ആൻസർ നോക്കാം. ഡയറി എൻട്രി. ആദ്യം തന്നെ നമ്മൾ ഡേറ്റും ഡേയും എഴുതണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും ഡേയും എഴുതാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിയർ ഡയറി എന്ന് എഴുതിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ടുഡേ വാസ് എ വെരി സാഡ് ഡേ. ഐ വാസ് ഷോക്ക്ഡ് ടു ഹിയർ അബൌട്ട് ദ ബ്രൂട്ടൽ അറ്റാക്ക് ഓൺ മൈ ഫ്രണ്ട് മലാല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ സംവൺ കുഡ് hurt a girl who only wants education for children. My heart is filled with fear and pain after hearing this news. Malala is very brave and strong. I believe she will recover soon. This incident has made me realize how important courage is in life. I pray for Malala's safety and hope that she will come back stronger than ever. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയറി എൻട്രി എഴുതേണ്ടത്. 18ാമത്തെ ബി ക്വസ്റ്റ്യൻ ഒരു ലെറ്റർ എഴുതാനാണ്. ലെറ്ററിൻ്റെ ചോദ്യം എന്തെന്നാൽ നമ്മുടെ നരേറ്റർ ഒരു റോഡ് എഞ്ചിൻ്റെ ഓണർ ആയതിനു ശേഷം നരേറ്ററിൻ്റെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ നരേറ്ററിൻ്റെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടതെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ആൻസർ നോക്കാം. ലെറ്റർ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഡിയർ ഫ്രണ്ട് എന്ന രീതിയിൽ എഴുതി തുടങ്ങാം. ശേഷം ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഐ ആം റൈറ്റിംഗ് ടു ടെൽ യു അബൌട്ട് ദ പ്രോബ്ലംസ് ഐ ഫേസ്ഡ് ആഫ്റ്റർ ബിക്കമിങ് ദ ഓണർ ഓഫ് എ റോഡ് എഞ്ചിൻ.
At first, I was very proud of owning such a powerful machine and thought it would bring me respect and comfort. Unfortunately, the engine soon became a burden. It often broke down and caused many troubles on the road. Repairing it cost a lot of money and people laughed at me instead of admiring it. I now understand that owning the engine without enough experience was a big mistake. I hope things will improve soon. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്നാൽ ഇമെയിൽ എഴുതുവാനാണ്. ഇമെയിൽ ആർക്കാണെന്ന് വെച്ചാൽ ഡോക്ടറിനാണ്. മണി എന്നൊരു ക്യാരക്ടർ ഡോക്ടറിന് പുള്ളിയുടെ ഫാമിലിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇമെയിൽ എഴുതുവാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റ് ആദ്യം എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ്. ശേഷം ഡിയർ ഡോക്ടർ എന്ന് നിർബന്ധമായും എഴുതുക. ശേഷം ഐ ഹോപ്പ് ദിസ് മെയിൽ ഫൈൻഡ്സ് യു വെൽ. ഐ ആം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു എക്സ്പ്രസ് മൈ heartfelt gratitude to you for the successful treatment of my grandmother. We were extremely happy and relieved when her eyesight improved after the treatment. Our entire family is thankful to you for your kindness, patience and professional skill. We will always remember your support and service. Once again, thank you for bringing happiness back into our family. Yours sincerely, Mani. 19 ബി ക്വസ്റ്റ്യൻ ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ്. സ്കൂളിൽ നടക്കുന്ന സയൻസ് എക്സിബിഷൻ്റെ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് നൽകിക്കൊണ്ടുള്ള ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് ചോദ്യം. ഇതിൻ്റെ ഒരു ഉത്തരം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നോട്ടീസ് എന്ന് എഴുതുക. ശേഷം സ്കൂളിലെ ഏത് ക്ലബ്ബാണ് ഈ ഈവൻറ്റ് നടത്തുന്നത് എന്ന് എഴുതുക. ഇവിടുത്തെ കണ്ടീഷനാണെങ്കിൽ സയൻസ് ക്ലബ്ബാണ് ഈവൻറ്റ് നടത്തുന്നത്, അത് എഴുതുക. ശേഷം ബോഡി എഴുതേണ്ടതാണ്. ഓൾ ദ സ്റ്റുഡൻസ് ആർ ഇൻഫോംഡ് ദാറ്റ് ദ സയൻസ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ സയൻസ് എക്സിബിഷൻ ഓൺ 15th July 2025 അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. The exhibition will be inaugurated by Dr. Ajit Parameshwaran, a renowned scientist, at 10 a.m. All students are requested to participate actively and make the program a grand success. ശേഷം സെക്രട്ടറിയുടെ സൈനും സെക്രട്ടറിയുടെ നെയിമും സയൻസ് ക്ലബും ഡേറ്റും എഴുതേണ്ടതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ മലാല യൂസഫ്സായിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 4 ചോദ്യങ്ങൾ എഴുതാനാണ് ചോദ്യം. 4 ചോദ്യങ്ങളുടെ ഒരു ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്പീക്ക് ഔട്ട് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ അറ്റ് സച്ച് എ യങ് ഏജ്. രണ്ടാമത്തെ ചോദ്യം, what were the biggest challenges you faced while fighting for education rights? മൂന്നാമത്തെ ചോദ്യം, how did the attack change your life and your mission? നാലാമത്തെ ചോദ്യം, what message would you like to give to girls who are afraid to go to school? 20ാമത്തെ ബി ക്വസ്റ്റ്യൻ. എൻജിൻ ട്രബിൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ചോദ്യപേപ്പറിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രം വിശദീകരിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുവാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരമായിട്ട് വരുന്നത്, ദ പിക്ചർ ഷോസ് എ റോഡ് എഞ്ചിൻ ക്രിയേറ്റിംഗ് ട്രബിൾ ഇൻ എ വില്ലേജ്. ദ എഞ്ചിൻ ഈസ് എ വെരി ലാർജ് ആൻഡ് കോസസ് നോയ്സ് ആൻഡ് ഡാമേജ് ടു ദ റോഡ്സ്. Villagers including children are seen watching it with fear and curiosity. This scene clearly reflects the problem faced by the narrator after buying the engine, as described in the story Engine Trouble. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ ആൻസർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നേരെ വീഡിയോയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ ശ്രമിക്കുക. നന്ദി.